ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ബി.ജെ.പി നാളെ പുറത്തിറക്കും. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന പാർലമെന്ററി ബോർഡ് യോഗത്തിന് ശേഷമായിരിക്കും പ്രഖ്യാപനം. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിനായി സമ്മർദ്ദം ചെലുത്തുകയാണ് ദേശീയ നേതൃത്വം. ബി.ഡി.ജെ.എസിന് 4 സീറ്റുകൾ നൽകാൻ ഉഭയകക്ഷി ചർച്ചയിൽ തീരുമാനമായി. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രാഥമിക പട്ടിക പരിഗണിച്ചായിരിക്കും അന്തിമ പട്ടികയ്ക്ക് രൂപം നൽകുക. കഴിഞ്ഞ 24-ന് കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ പ്രാഥമിക ചർച്ചയ്ക്കായി ഡൽഹിയിലെത്തിയിരുന്നു. ബംഗളൂരു നോർത്ത് മണ്ഡലത്തിൽ മത്സരിക്കാൻ താൽപ്പര്യമറിയിച്ച കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിനെ തിരുവനന്തപുരത്ത് എത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ്. രാജീവ് ചന്ദ്രശേഖറിന് സീറ്റ് നൽകാൻ ബി.ജെ.പി കർണാടക ഘടകം തയ്യാറാണ്. സുരക്ഷിത മണ്ഡലമായ ബംഗളൂരു നോർത്ത് ഒഴിവാക്കി തിരുവനന്തപുരത്ത് മത്സരിക്കാൻ രാജീവ് ചന്ദ്രശേഖറിനും താൽപ്പര്യമില്ല. എന്നാൽ തിരുവനന്തപുരത്ത് മത്സരിക്കണമെന്ന കേന്ദ്ര നേതൃത്വത്തിന്റെ സമ്മർദ്ദത്തിന് രാജീവ് വഴങ്ങുമെന്ന പ്രതീക്ഷയിലാണ് സംസ്ഥാന ഘടകം. പത്തനംതിട്ട സീറ്റ് സംബന്ധിച്ചും ബി.ജെ.പിയിൽ പ്രതിസന്ധി തുടരുന്നു. പി.സി. ജോർജിനായി കേന്ദ്ര നേതൃത്വം ഉറച്ചു നിൽക്കുകയാണ്. കുമ്മനം രാജശേഖരനും പി.എസ്. ശ്രീധരൻപിള്ളയും തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും പരിഗണിക്കപ്പെടുന്നുണ്ട്. 5 സീറ്റുകൾ ആവശ്യപ്പെട്ടെങ്കിലും ബി.ഡി.ജെ.എസിന് 4 സീറ്റിൽ തൃപ്തിപ്പെടേണ്ടി വരും. ഉഭയകക്ഷി ചർച്ചയിൽ എല്ലാ ഘടകകക്ഷികളും അവരുടെ ആവശ്യങ്ങൾ ബി.ജെ.പി സംസ്ഥാന നേതൃത്വത്തെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. നാളെ ഇക്കാര്യത്തിൽ സംസ്ഥാന നേതൃത്വവും അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ മുന്നിൽ വിവിധ ഘടകകക്ഷികൾ ഉന്നയിച്ചിട്ടുള്ള ആവശ്യങ്ങൾ അവതരിപ്പിക്കും. അതെല്ലാ ഘടകകക്ഷികളെ അറിയിക്കും. അതിനുശേഷം അതോടുകൂടി സീറ്റ് വിഭജനം പൂർത്തിയാകും. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും. മറ്റ് സഖ്യകക്ഷികളും സീറ്റ് മോഹവുമായി രംഗത്തെത്തിയെങ്കിലും മറ്റാർക്കും സീറ്റില്ലെന്ന് ഉഭയകക്ഷി ചർച്ചയിൽ ബി.ജെ.പി പറഞ്ഞു. 16 സീറ്റിൽ ബി.ജെ.പി, 4 എണ്ണത്തിൽ ബി.ഡി.ജെ.എസ് എന്നതാണ് എൻ.ഡി.എ കക്ഷിനില. ആലത്തൂരും വയനാടും ഇത്തവണ ബി.ഡി.ജെ.എസിന് കിട്ടില്ല. രണ്ടും ബി.ജെ.പി തിരിച്ചെടുത്തു. കോട്ടയം, ഇടുക്കി, മാവേലിക്കര, ചാലക്കുടി എന്നീ സീറ്റുകൾ ബി.ഡി.ജെ.എസിന് നൽകാനാണ് നിലവിൽ ധാരണ. ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ ചാലക്കുടിയിൽ മത്സരിപ്പിക്കണമെന്ന ഉപാധി ബി.ജെ.പി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. വി.എസ്. രഞ്ജിത്ത്, റിപ്പോർട്ടർ, കോഴിക്കോട്.